യോശുവയുടെ പുസ്തകം 21 അധ്യായം. അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലയാസാരിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു. കനാൻ ദേശത്ത് ശീലോവിൽ വെച്ച് അവരോട്, യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശെ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്കുപ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹരോൻ്റെ മക്കൾക്ക് യഹൂദ ഗോത്രത്തിലും ശിമെയോൻ ഗോത്രത്തിലും ബെന്യാമീൻ ഗോത്രത്തിലും കൂടെ 13 പട്ടണം കിട്ടി. കെഹാത്തിൻ്റെ ശേഷം മക്കൾക്ക് എഫ്രായിം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 10 പട്ടണം കിട്ടി. ഗെർശോൻ്റെ മക്കൾക്ക് ഇസ്സാഖാർ ഗോത്രത്തിലും ബാശാനിലെ മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 13 പട്ടണം കിട്ടി. മെരാരിയുടെ മക്കൾക്ക് കുടുംബമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും കൂടെ 12 പട്ടണം കിട്ടി. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ലേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു. അവർ യഹൂദ മക്കളുടെ ഗോത്രത്തിലും ശിമെയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടണങ്ങൾ കൊടുത്തു. അവ ലേവി മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹരോൻ്റെ മക്കൾക്ക് കിട്ടി. അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്ക് വന്നത്. യഹൂദ മലനാട്ടിൽ അവർ അനാക്കിൻ്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോനും അതിനു ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു. എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യെഫുന്നയുടെ മകനായ കാലെബിന് അവകാശമായി കൊടുത്തു. ഇങ്ങനെ അവർ പുരോഹിതനായ അഹരോൻ്റെ മക്കൾക്ക് കുല ചെയ്തവന് സങ്കേത നഗരമായ ഹെബ്രോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ലിബ്നയും അതിൻ്റെ പുൽപ്പുറങ്ങളും യത്തീരും അതിൻ്റെ പുൽപ്പുറങ്ങളും എസ്തെമോവയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹോലോനും അതിൻ്റെ എല്ലാ പുൽപ്പുറങ്ങളും അതിൻ്റെ പുൽപ്പുറങ്ങളും ദബീരും അതിൻ്റെ പുൽപ്പുറങ്ങളും അയീനും അതിൻ്റെ പുൽപ്പുറങ്ങളും യുത്തയും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേത് ശെമയും അതിൻ്റെ പുൽപ്പുറങ്ങളും അങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ 9 പട്ടണവും ബെന്യാമീൻ ഗോത്രത്തിൽ ഗിബെയോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേബയും അതിൻ്റെ പുൽപ്പുറങ്ങളും അനാഥോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണങ്ങളും കൊടുത്തു. അഹരോൻ്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. കെഹാത്തിൻ്റെ ശേഷം മക്കളായ ലേവ്യർക്ക് കെഹാത്യ കുടുംബങ്ങൾക്ക് തന്നെ നറുക്കുപ്രകാരം കിട്ടിയ പട്ടണങ്ങൾ എഫ്രൈം ഗോത്രത്തിൽ ആയിരുന്നു. എഫ്രൈം നാട്ടിൽ കുല ചെയ്തു വന്ന സങ്കേത നഗരമായ ശേഖേമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗസേരും അതിൻ്റെ പുൽപ്പുറങ്ങളും കിബ്സയും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേത് ഹൊരാനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണങ്ങളും ദാൻ ഗോത്രത്തിൽ എൽതെക്കയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗിബത്തോനും അതിൻ്റെ പുൽപ്പുറങ്ങളും അയാലോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗത്ത് റിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും മനശ്ശെയുടെ പാതി ഗോത്രങ്ങളിൽ താനാക്കും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗത്ത് റിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 2 പട്ടണങ്ങളും അവർക്ക് കൊടുത്തു. ഇങ്ങനെ കെഹാത്തിന് ശേഷം മക്കളുടെ കുടുംബങ്ങൾക്കെല്ലാം കൂടി 10 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ലേവ്യരുടെ കുടുംബങ്ങളിൽ ഗെർശോൻ്റെ മക്കൾക്ക് മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ കുല ചെയ്തു വന്ന സങ്കേത നഗരമായ ബാശാനിലെ ഗോലാനും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേത്തെരയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 2 പട്ടണവും ഇസ്സാഖാർ ഗോത്രത്തിൽ കിശോന്യരും അതിൻ്റെ പുൽപ്പുറങ്ങളും ദബരേത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും യർമൂത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും ഏൻ ഗന്നീമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും അർശോൻ ഗോത്രത്തിൽ മിശാലും അതിൻ്റെ പുൽപ്പുറങ്ങളും അബ്ദോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹെൽക്കയും അതിൻ്റെ പുൽപ്പുറങ്ങളും രഹോബും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും
നഫ്താലി ഗോത്രത്തിൽ കുല ചെയ്തവന് സങ്കേത നഗരമായ ഗലീലയിലെ കേദേശും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഹമ്മോത്ത് ദോരും അതിൻ്റെ പുൽപ്പുറങ്ങളും, കർത്താനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 3 പട്ടണവും കൊടുത്തു. ഗെർശോന്യർക്ക് കുടുംബമായി എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ശേഷം ലേവ്യരിൽ മെരാരിയ കുടുംബങ്ങൾക്ക് സെബൂലൂൻ ഗോത്രത്തിൽ യൊക്നെയാമും അതിൻ്റെ പുൽപ്പുറങ്ങളും, കർത്തയും അതിൻ്റെ പുൽപ്പുറങ്ങളും, ദിമ്നിയും അതിൻ്റെ പുൽപ്പുറങ്ങളും, നഹലാലും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. രൂബേൻ ഗോത്രത്തിൽ ബേസരും അതിൻ്റെ പുൽപ്പുറങ്ങളും, യഹ്സയും അതിൻ്റെ പുൽപ്പുറങ്ങളും, കേദമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, മേഫാത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. ഗോത്ത് ഗോത്രത്തിന് കുല ചെയ്തവന് സങ്കേത നഗരമായ ഗിലെയാദിൽ രാമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, മഹനയീമും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഹെശ്ബോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, യെസേരും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ എല്ലാം കൂടി 4 പട്ടണങ്ങളും കൊടുത്തു. അങ്ങനെ ശേഷം ലേവ്യർ കുടുംബങ്ങളായ മേര്യർക്ക് നറുക്ക് പ്രകാരം കുടുംബമായി കിട്ടിയ പട്ടണങ്ങളെല്ലാം കൂടി 12 ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഈ പട്ടണങ്ങളിൽ ഓരോന്നിലും ചുറ്റും പുൽപ്പുറങ്ങളുണ്ടായിരുന്നു. ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കൾ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. ഇങ്ങനെ യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം അവസാനിക്കുന്നു.